തുളസി എന്ന ഈ മലയാളി പെൺകുട്ടിയെ അറിയാത്തവർ വളരെ കുറവായിരിക്കും. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ മൊത്തം വളരെയധികം പോപ്പുലറായ ഫോട്ടോസിനും വീഡിയോസിനും ഉടമയാണ് ഈ പെൺകുട്ടി. ഒരുപക്ഷെ ഇപ്പോഴും പല സൈറ്റുകളിലും ഇവരുടെ പിക്ചർ തരംഗം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി കേരള സ്വദേശിയാണ്. തുളസി എന്നാണ് പേര്. ഒരു കാമുകനുമായി അഫയറിലാവുകയും അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഒരു വീഡിയോയിൽ പകർത്തുകയും അതിനിടയിൽ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ കാമുകൻ ഇതൊക്കെയും തന്നെ പബ്ലിക്കായി ലീക്ക് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. അതനുസരിച്ച് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് ന്യൂസുകളൊക്കെയും തന്നെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ശരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നാണ് അറിയുന്നത്. പക്ഷെ അതിലുമുപരി ഈ പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്ത ആളെക്കുറിച്ച് ആർക്കും തന്നെ അറിയാൻ താല്പര്യമില്ല. കൂടുതൽ ആളുകളും ഈ പെൺകുട്ടിയെ തന്നെയാണ് പലപ്പോഴും കുറ്റപ്പെടുത്തുന്നതായി കണ്ടിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിൽ തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സ്വകാര്യ നിമിഷങ്ങളെ ഇവളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ പബ്ലിക്കാക്കുകയും ചെയ്ത ആ കാമുകന്റെ മനോവസ്ഥ എത്രമാത്രം നീചമാണ്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ഈ പെൺകുട്ടി താൻ ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അനുഭവിച്ചിട്ട് ഉണ്ടാവും. തൻ്റെ പാരൻസും സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമായിരിക്കും ആ പെൺകുട്ടി ഇപ്പോഴും നല്ല രീതിയിലുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരുപാട് പേർ കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും തന്നെ ഉണ്ട്. അതിൽ കൂടുതൽ ആളുകളും ഇങ്ങനെ തൻ്റെ വീഡിയോസോ മറ്റോ പുറത്തു വന്നു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ആത്മഹത്യയെ വരിക്കുന്നവരാണ്. ഒരു കാരണവശാലും ഇതുപോലുള്ള തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതിനെക്കുറിച്ചോർത്ത് സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നതിന് പകരം എങ്ങനെയൊക്കെ അവർക്കെതിരെ പോരാടാൻ പറ്റുമോ ആ രീതിയിലൊക്കെയും തന്നെ നിങ്ങൾ പോരാടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതം ആരാണോ ഇങ്ങനെയാക്കി തീർത്തത് അവർക്കെതിരെ പോരാടാൻ തന്നെയാണ് നിങ്ങൾ തുനിഞ്ഞിറങ്ങേണ്ടത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള കാമുകന്മാരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ച് നിങ്ങൾ മരണത്തിന് കീഴടങ്ങുമ്പോൾ അവന്മാർ പിന്നൊരു പെൺകുട്ടിയെയും തേടി പോവുകയും അവരുടെ ജീവിതവും ഇതുപോലെ തന്നെ ആക്കുകയും ചെയ്യും. കേരളത്തിൽ തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയകളിൽപ്പെട്ട് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ച ഒരുപാട് സ്ത്രീകളും വീട്ടമ്മമാരും എല്ലാവരും തന്നെ ഉണ്ട്. കാരണം കാമുകന്റെ മധുരസ്വരത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് പിന്നീട് അവർ നൽകേണ്ടി വരുന്നത് അവരുടെ ജീവന്റെ തന്നെ വിലയാണ്. ഇങ്ങനെ എങ്ങാനും ഒരു വീഡിയോ ലീക്കാകുകയും അത് പോൺ സൈറ്റിൽ എത്തുകയും ചെയ്താൽ പിന്നീട് ജീവിതകാലം മുഴുവനും അത് അവിടെ തന്നെ നിലനിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും ഇങ്ങനെയുള്ള കഴുകന്മാരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് സ്ത്രീകൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. പക്ഷെ പറ്റിപ്പോയി എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ബന്ധത്തെ ഒഴിവാക്കുകയും ഉടനെ തന്നെ പോലീസിനെ സമീപിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ വീഡിയോ എൻ്റെ കൈവശമുണ്ട്, ഞാൻ പറയുന്നതിനൊക്കെയും വഴങ്ങി തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഒരുപാട് സ്ത്രീകളും ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നത് വളരെ ഭീതിജനകമായ നിമിഷങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഭയപ്പെട്ട ജീവിതത്തെക്കാട്ടിയും എത്രയോ സന്തോഷം നൽകുന്നതാണ് ഉടനെ തന്നെ പോലീസിനെ സമീപിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ഒരുപക്ഷെ ഞാൻ എങ്ങാനും ഇത് ഫാമിലിയിലോ പോലീസ് സ്റ്റേഷനിലോ പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയുകയും എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും കംപ്ലൈൻറ്റിൽ നിന്നും തൻ്റെ പാരൻസിൽ നിന്നും ഈ കാര്യങ്ങൾ മറച്ചു വെച്ച് കാമുകൻ പറയുന്നതൊക്കെയും തന്നെ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഇനി എത്രയൊക്കെയും നിങ്ങൾ അയാൾ പറയുന്നത് അനുസരിച്ചാൽ പോലും ഒരിക്കലെങ്കിലും അവൻ ഇത് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെയും പാരൻസിനെയും വിവരം അറിയിക്കുക തന്നെയാണ് ഇങ്ങനെ ചതിക്കുഴിയിൽപ്പെട്ട ഏതൊരു സ്ത്രീയും ആദ്യം ചെയ്യേണ്ടത്.